ദാനിയേൽ ദൈവത്തിൻ്റെ കരുതലിനെ സ്വന്തം ജീവിതത്തിൽ തെളിയിച്ച മനുഷ്യൻ. സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നവൻ. ഉത്കൃഷ്ട മാനസനും അറിവും ബുദ്ധിയും സ്വപ്ന വ്യാഖ്യാനവും ഗൂഢാർത്ഥ വാക്യ പ്രദർശനവും സംശയഛേദനവും ദൈവത്തിൽ നിന്നും പ്രാപിച്ചവൻ. മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൽദയർക്കും ശകുനവാദികൾക്കും അധിപതിയായിരുന്നവൻ. സത്യദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നവൻ. ബേത് ഷെസർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടവൻ. ഇസ്രായേലിലെ പ്രവാചകൻ ദാനിയേൽ. ഇത് ദാനിയേലിൻ്റെ കഥയാണ്. മേദ്യരും പേർഷ്യക്കാരും ബാബിലോണിയൻ സാമ്രാജ്യം കീഴടക്കിയപ്പോൾ പഴയ നിയമ ലോകത്തിൽ മുഴുവൻ അവർ തങ്ങളുടെ ആധിപത്യം വ്യാപിപ്പിച്ചു. ഈ വിശാലമായ രാജ്യത്തിൻ്റെ രാജാവായ ദാരിയാസ് ജനങ്ങളുടെ ഭരണത്തിൽ തന്നെ സഹായിക്കാൻ 100-ലധികം പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്തിരുന്നു. ദാരിയാസ് രാജാവിന് മറ്റുള്ളവരുടെ ബുദ്ധിശക്തിയിൽ വളരെ ബഹുമാനമുണ്ടായിരുന്നതിനാൽ ദാനിയേലിനെ അദ്ദേഹത്തിൻ്റെ വലിയ ജ്ഞാനം നിമിത്തം രാജാവിൻ്റെ പ്രിയങ്കരനാക്കി മാറ്റിയിരുന്നു. തൻ്റെ പ്രിയങ്കരനായ ദാനിയേലിന് മറ്റെല്ലാ പ്രഭുക്കന്മാരുടെ മേലുള്ള അധികാര സ്ഥാനവും നൽകപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് രാജാവിന് മാത്രമേ ദാനിയേലിനോട് പറയുവാൻ കഴിയുമായിരുന്നുള്ളൂ. രാജ്യത്തിൽ ദാനിയേലിൻ്റെ സ്ഥാനം കാരണം മറ്റു പ്രഭുക്കന്മാർ അവനെ വെറുത്ത് അസൂയയോടെ അവനെ നോക്കിക്കണ്ടിരുന്നു. എങ്ങനെയെങ്കിലും ദാനിയേലിനെ ഒഴിവാക്കണമെന്ന് അവർ ഹൃദയത്തിൽ ചിന്തിച്ചു. ദാനിയേൽ തെറ്റ് ചെയ്ത് ആ സ്ഥാനത്ത് നിന്നും നീക്കപ്പെട്ടാൽ അവരിൽ ഒരാളെ തീർച്ചയായും ദാനിയേലിൻ്റെ സ്ഥാനത്ത് നിർത്തുമെന്ന് അവർ അറിഞ്ഞിട്ട് ദാനിയേലിനെ സസൂക്ഷ്മം വീക്ഷണം ചെയ്യാൻ തുടങ്ങി. അവനെ രഹസ്യമായി നിരീക്ഷിച്ചു വന്നു. ദാനിയേലിൻ്റെ ഓരോ നീക്കവും അവർ നിരീക്ഷിച്ചു. എന്തെങ്കിലും പിഴവ് താൻ വരുത്തിയാൽ അത് ഉടനെ രാജാവിനെ അറിയിക്കണം എന്നുള്ള ആഗ്രഹ നിമിത്തം തങ്ങളുടെ നേതാവായ ദാനിയേൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്നവർ പ്രതീക്ഷിച്ചുകൊണ്ട് അവനെ കുടുക്കാൻ തക്കം പാർത്തു നടന്നു. എന്നാൽ ദാനിയേൽ ഒരു ദൈവ മനുഷ്യനായിരുന്നു. ഒരു ദൈവ മനുഷ്യൻ എപ്രകാരം ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അപ്രകാരം ജീവിക്കുന്ന വ്യക്തിയായിരുന്നു ദാനിയേൽ. അവൻ ഉത്കൃഷ്ട മാനസനും അറിവും ബുദ്ധിയും ദൈവഭക്തിയുമുള്ള തികഞ്ഞ ദൈവഭക്തനായിരുന്നു. ദൈവം ആഗ്രഹിച്ചതുപോലെ ദാനിയേൽ ജീവിച്ചതിനാൽ തൻ്റെ പെരുമാറ്റത്തിൽ യാതൊരു തെറ്റും കുറ്റവും കണ്ടെത്താനാകാതെ പ്രഭുക്കന്മാർ നിരാശരായി. ദാനിയേലിൻ്റെ പിറകെ നടന്ന് തൻ്റെ തെറ്റും കുറവുകളും കണ്ടെത്തുന്നത് അസാധ്യവും സമയനഷ്ടവും എന്ന് തിരിച്ചറിഞ്ഞ പ്രഭുക്കന്മാർ ഈ മനുഷ്യന്റെ സ്ഥാനവും അധികാരവും കവർന്നെടുക്കാൻ വേണ്ടി ദാനിയേൽ രാജാവിനോട് അനുസരണക്കേട് കാണിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചതി പ്രയോഗിക്കാൻ അവർ തീരുമാനിച്ചു. ആ പദ്ധതി അവർ ആവിഷ്കരിച്ചു. അധികം താമസിയാതെ ദാനിയേലിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് അവർ ചിന്തിച്ചു. നാം ഈ ദാനിയേലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് അവർ പറഞ്ഞെത്തു. പ്രഭുക്കന്മാരെല്ലാം കൊട്ടാരത്തിന് പുറത്തു വന്നൊത്തുകൂടി രാജാവിൻ്റെ മുൻപാകെ വരാൻ അനുവാദം ചോദിച്ച് കാത്തുനിന്നു. ഈ അപേക്ഷ കേട്ടപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു. അത്തരമൊരു കാര്യം സാധാരണമായിരുന്നില്ല. കാരണം സാധാരണയായി പ്രവിശ്യകളിലെ ഭരണാധികാരികളെ ഒരു രാജകീയ ഉത്തരവിലൂടെ മാത്രമേ വിളിച്ചു കൂട്ടാറുള്ളൂ. എന്നിട്ടും രാജാവിന് ജിജ്ഞാസ ഉണ്ടായിരുന്നു. പ്രഭുക്കന്മാർ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്തായാലും അത് വളരെ പ്രധാനമുള്ളതായിരിക്കണം, രാജാവ് ചിന്തിച്ചു. അല്ലെങ്കിൽ പ്രഭുക്കന്മാർ ഒരിക്കലും ഇത്തരമൊരവസരത്തിൽ എന്നെ കാണാൻ ആവശ്യപ്പെടാൻ ധൈര്യപ്പെടാറില്ല. അങ്ങനെ രാജാവ് അവര് തൻ്റെ മുൻപാകെ വരാൻ അനുവാദം നൽകി. സംഘത്തിന് വേണ്ടി സംസാരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടയാൾ അതീവ് ആശംസയോടെ മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, ദാരീസ് രാജാവേ, അങ്ങ് എന്നേക്കും വാഴട്ടെ. തുടർന്ന് അദ്ദേഹം രാജാവിനോട് പറഞ്ഞത്, രാജ്യത്തെ എല്ലാ പ്രഭുക്കന്മാരും തങ്ങളുടെ പ്രിയപ്പെട്ട ഭരണാധികാരിയായ അങ്ങേക്ക് ഒരു പ്രത്യേക ബഹുമതിയായി ഒരു പുതിയ നിയമം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു. 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളയും. അത്തരമൊരു അഭ്യർത്ഥനയിൽ ദാരിയൂസ് രാജാവ് മനസ്സിളകി സന്തോഷിച്ചു. ദാനിയേലിനെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കാമെന്ന് രാജാവിന് തോന്നിയില്ല. അതിനാൽ അദ്ദേഹം അവരുടെ കൽപ്പനയിൽ ഒപ്പുവെച്ച് അത് നിയമമാക്കി. എന്നാൽ ദാനിയേൽ
നിയമത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഇത് തനിക്ക് ഒരുക്കിയ ഒരു കെണിയാണെന്ന് അവന് ഹൃദയത്തിൽ പെട്ടെന്ന് ബോധ്യപ്പെട്ടു. ദൈവിക മാർഗനിർദ്ദേശത്തിനും തുടർച്ചയായ അനുഗ്രഹത്തിനും വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാൻ അടുത്ത തവണ തുറന്നിട്ട ജനാലയ്ക്ക് മുമ്പിൽ താൻ മുട്ടുകുത്തുമ്പോൾ ഈ ചതി ആസൂത്രണം ചെയ്ത പുരുഷന്മാർ രാജാവിനെ അറിയിക്കുമെന്ന് ദാനിയേലിന് അറിയാമായിരുന്നു. വേണമെങ്കിൽ ദാനിയേലിന് തൻ്റെ ജനാല അടച്ചിടാമായിരുന്നു. തൻ്റെ മൂടുപടം വലിച്ചു കീറി രഹസ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാമായിരുന്നു. എന്നാൽ അത്തരമൊരു കാര്യം ചെയ്യുന്നത് ഭീരുത്വമാണെന്ന് ദാനിയേലിന് അറിയാമായിരുന്നതിനാൽ എന്തു തന്നെ ആയാലും തൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നടക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അങ്ങനെ ദാനിയേൽ താൻ മുൻപ് ചെയ്തു വന്നതുപോലെ തന്നെ തൻ്റെ തുറന്ന ജനാലയ്ക്ക് മുൻപിൽ 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു വന്നു. പ്രഭുക്കന്മാർ കാത്തിരുന്ന നിമിഷമായിരുന്നു ഇത്. ദാനിയേൽ നിയമം ലംഘിക്കുകയായിരുന്നു. മേദ്യരുടെയും പാഴ്സികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ഒപ്പിട്ട കൽപ്പന മുഖാന്തരം ദാനിയേലിനെ സിംഹങ്ങൾക്ക് എറിയണമെന്ന് അവർ രാജാവിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ദാരിയൂസ് രാജാവിന് അവരുടെ നിയമത്തിന്റെ ക്രൂരമായ ഉദ്ദേശം മനസ്സിലായി. ഇത് രാജാവിനെ ബഹുമാനിക്കുവാനുള്ള നിയമമായിരുന്നില്ലെന്നും ദാനിയേലിനെ ഒഴിവാക്കുവാനുള്ള ഒരു ഗൂഢതന്ത്രമായിരുന്നുവെന്നും അവന് മനസ്സിലായി. ദാരിയൂസ് രാജാവ് ദാനിയേലിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ദാനിയേലിനെ ഒരു വിശ്വസ്ത സുഹൃത്തായി അദ്ദേഹം കണക്കാക്കിയിരുന്നു. രാജാവ് ദാനിയേലിന്റെ ജ്ഞാനത്തിൽ വളരെയധികം ആശ്രയിച്ചിരുന്നു. പക്ഷെ രാജാവ് ഇവിടെ ചതിക്കപ്പെട്ടു. ഇപ്പോൾ നിയമപ്രകാരം ദാനിയേൽ മരിക്കേണ്ടവനാണ്. തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ ഒരു വഴി കണ്ടെത്തണമെന്ന പ്രതീക്ഷയിൽ ദാരിയൂസ് രാജാവ് ദിവസം മുഴുവൻ നിയമങ്ങൾ അന്വേഷിച്ചു. പക്ഷെ നിയമം ഇവിടെ വ്യക്തമായിരുന്നു. രാജാവ് നിയമത്തിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ രാജനിയമം അനുസരിച്ച് രാജാവിന് പോലും താൻ ചെയ്ത പ്രവൃത്തി പഴയപടിയാക്കാൻ കഴിയില്ല. സൂര്യൻ അസ്തമിച്ചതോടെ ദാനിയേലിനെ പിടികൂടി സിംഹങ്ങളെ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിക്കാൻ രാജാവ് നിർബന്ധിതനായി. ഒരു വശത്ത് ഗുഹയിൽ വിശന്ന് വലഞ്ഞ് ഭ്രാന്തരായി നിൽക്കുന്ന സിംഹങ്ങൾ, അവരുടെ മുൻപിലേക്ക് എറിയുന്നതെന്തും തൽക്ഷണം പിച്ച് ചീന്തുന്ന ഉഗ്രകോപികൾ. മറുവശത്ത് താൻ ഏറെ സ്നേഹിക്കുന്ന ദാനിയേലിന്റെ ഈ അവസ്ഥയിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും താൻ എങ്ങനെ ഈ ചതിയിൽ കുടുങ്ങിയെന്നും മേദ്യരുടെയും പേർഷ്യരുടെയും നിയമം അനുസരിച്ച് രാജാവിന് പോലും ഒരു രാജകീയ ഉത്തരവ് റദ്ദാക്കാൻ കഴിയില്ലെന്നും തൻ്റെ നിസ്സഹായ അവസ്ഥ രാജാവ് ദാനിയേലിനോട് വിവരിച്ചു. പിന്നെ ദാനിയേലിനെ സിംഹങ്ങളുടെ അടുത്തേക്ക് എറിഞ്ഞു. ഒരു വലിയ കല്ല് കൊണ്ടുവന്ന് ആ ഗുഹയുടെ വാതിൽ അടച്ചു. ആരും അത് നീക്കം ചെയ്യാൻ ധൈര്യപ്പെടാതിരിക്കാൻ രാജാവിൻ്റെ രാജമുദ്ര ആ കല്ലിന്മേൽ പതിച്ചു. വളരെ ഹൃദയഭാരത്തോടെ രാജാവ് കൊട്ടാരത്തിലേക്ക് തിരികെ മടങ്ങി. രാത്രി മുഴുവൻ രാജാവ് ദാനിയേലിനെ കുറിച്ച് ചിന്തിച്ചു. തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ശബ്ദം ഇനി എപ്പോഴെങ്കിലും കേൾക്കാൻ കഴിയുമോ? ദാനിയേലിന് നിയമത്തെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിലും ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ രാജാവിനും ഉറക്കം വന്നില്ല. അവനും ഉപവസിച്ചു. ജഡീക സന്തോഷങ്ങൾ നിരസിച്ചു. ദൈവം ദാനിയേലിനെ സിംഹങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സാധ്യതയുണ്ടോ എന്ന ഈ ചിന്തയുടെ തരംഗങ്ങൾ ആ അന്തരീക്ഷത്തിൽ അന്തർലീനമായിരുന്നു. പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ ദാരിയൂസ് രാജാവിനോട് തന്റെ നിരാശയുടെ രാത്രി അവസാനിച്ചുവെന്ന് അറിയിച്ചപ്പോൾ രാജാവ് തിടുക്കത്തിൽ രാജവസ്ത്രം ധരിച്ചു. സിംഹങ്ങളെ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് ഗുഹാമുഖത്തേക്ക് ഓടിച്ചെന്ന് കല്ല് നീക്കം ചെയ്യുവാൻ ഉത്തരവിട്ടു. കല്ല് നീക്കം ചെയ്യപ്പെട്ടപ്പോൾ രാജാവ് വിളിച്ചു ചോദിച്ചു ഒരു ദുഃഖ ശബ്ദത്തോടെ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവത്തിന് നിന്നെ സിംഹങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുമോ? ദാരിയൂസ് രാജാവ് തന്റെ സ്നേഹിതന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ശ്രദ്ധിച്ചു. അപ്പോൾ ഗുഹയ്ക്കുള്ളിൽ നിന്നും ദാനിയേലിന്റെ മൃദുസ്വരം കേട്ടു. രാജാവിന് ദീർഘായുസ്സുണ്ടായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരുടെ വായ അടച്ചിരുന്നു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. അങ്ങയുടെ മുൻപിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. ദാനിയേലിന്റെ ശബ്ദം കേട്ടപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. തൻ്റെ സ്നേഹിതനെ ഉടൻ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അതിനുശേഷം ദാനിയേലിനെതിരെ ഗൂഢാലോചന നടത്തിയ പ്രഭുക്കന്മാരെ ദാനിയേലിന്റെ സ്ഥാനത്ത് സിംഹങ്ങളുടെ അടുക്കൽ എറിയുവാനും അവൻ കൽപ്പിച്ചു. അവരുടെ ഭാര്യയെയും
മക്കളെയും ചേർത്ത മുഴു കുടുംബത്തെയും സിംഹഗുഹയിൽ എറിഞ്ഞുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു. അവരുടെ അസ്ഥികളെല്ലാം തകർത്തു കളഞ്ഞു. പിന്നെ രാജാവ് മറ്റൊരു നിയമത്തിൽ ഒപ്പുവെച്ചു. എല്ലാ മനുഷ്യരും ഈ നിയമത്തിന് മുൻപിൽ വിറച്ച് ഭയപ്പെടണമെന്ന് അവൻ കൽപ്പിച്ചു. ആ നിയമം ഇതാണ്: ദാനിയേലിന്റെ ദൈവം ജീവനുള്ള ദൈവം. അവൻ എന്നേക്കും നിലനിൽക്കുന്നവനും നശിക്കാത്ത രാജ്യത്വമുള്ളവനും അവസാനമില്ലാത്ത ആധിപത്യമുള്ളവനുമാകുന്നു. ഈ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ദാനിയേലിലൂടെ ദൈവത്തിന്റെ നാമം ആ ദേശമൊക്കെയും പരക്കപ്പെട്ടു.